പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു ഭാവി ലക്ഷ്യമിട്ട് തളിപ്പറമ്പ് മുത്തേടത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ മാതൃകാപരമായ ഇടപെടൽ. സ്കൂളിലെ റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച തുണിസഞ്ചികൾ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കൈമാറി. പ്ലാസ്റ്റിക് ഫ്രീ സൊസൈറ്റി പ്രൊജക്ടിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ തുണിസഞ്ചികൾ നിർമ്മിച്ച് വിതരണം ചെയ്തത്. പരിസ്ഥിതി സൗഹൃദമായ ഒരു നാടിനായി തൂലികയ്ക്കൊപ്പം തയ്യൽ മെഷീനും കൂട്ടുപിടിക്കുകയാണ് മൂത്തേടത്ത് ഹൈസ്കൂളിലെ കൊച്ചുമിടുക്കർ. പ്ലാസ്റ്റിക് ഫ്രീ സൊസൈറ്റി എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി റേഞ്ചേഴ്സ് ആൻഡ് റോവേഴ്സിലെ കുട്ടികളാണ് ഒരാൾ 3 വീതം എന്ന കണക്കിൽ തുണിസഞ്ചികൾ നിർമ്മിക്കുന്നത്. ഇങ്ങനെ 75ഓളം തുണിസഞ്ചികളാണ് കടകളിലെത്തുന്നവർക്കായി വിതരണം ചെയ്തത്. മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ റേഞ്ചേഴ്സ് ആൻഡ് റോവേഴ്സ് ആണ് നമ്മൾ. അപ്പം പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ്, നമ്മളെ പരിസരം ക്ലീനായി സൂക്ഷിക്കുക എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ 75 തുണിസഞ്ചികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഈ നമ്മുടെ പരിസരം മൊത്തം വൃത്തിയായി സൂക്ഷിക്കണമെന്നും ഇതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടെല്ലാം വൃത്തിയാക്കണമെന്നും എന്ന ബോധവൽക്കരണം കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുണിസഞ്ചി കൊടുക്കുന്നത്. പ്രദേശത്തെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച തുണിസഞ്ചികൾ കുട്ടികൾ കടകളിലെത്തിച്ച വ്യാപാരികൾക്കും കടകളിൽ സാധനം വാങ്ങാൻ എത്തുന്നവർക്കും കൈമാറി. പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം തുണിസഞ്ചികൾ ഉപയോഗിക്കുന്ന ശീലം വളർത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന് അധ്യാപകർ പറഞ്ഞു. ഞങ്ങളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം കുട്ടികൾ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള തുണിസഞ്ചികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ തളിപ്പറമ്പ് മേഖലയിൽ പെടുന്ന യൂണിറ്റാണ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ കുട്ടികൾക്ക് നൽകിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ വരുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള അവബോധം എന്നുള്ളത്. അതിൽ വരുന്ന ഒരു പ്രവർത്തനം എന്ന രീതിയിലാണ് നമ്മളിന്ന് ഈ തുണിസഞ്ചി വിതരണമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. കുട്ടികളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. വെക്കേഷന് കൊടുത്ത ഒരു വർക്കായിരുന്നു. ഒരു കുട്ടി 3 സഞ്ചി വീതം ഉണ്ടാക്കി കൊണ്ടുവരണം എന്നായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. 24 കുട്ടികളും കൃത്യമായി അത് പാലിച്ച് ഞങ്ങളിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിതരണമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നടക്കുന്നത്. അധ്യാപകരായ സ്വപ്ന, ദീപ്തി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കുട്ടികൾ ഈ പരിസ്ഥിതി സൗഹൃദ ദൗത്യത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.